വൈഫിന്റെ പേരെന്താണ്? അപ്പൊ ജാസ്മിൻ ഇത്താക്ക് ഈ ആമിനാസ് അടുക്കളയിലെ കുടുംബത്തിന്റെയും എന്റെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ബിരിയാണി ഇത്ത മുഖേനയാണ് ഞങ്ങൾ ഇവിടെ വന്നുപെട്ടിരിക്കുന്നത്. കാരണം ഇത്താടെ കൈപ്പുണ്യം ഒരിക്കും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച. ഇത്ത ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത്ത പറഞ്ഞു കൊടുത്താണല്ലോ ഇത് മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് വേപ്പൽ ബേക്ക് ഹൗസിലാണ്. ഇവിടെ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടെന്നാണ് കേട്ടതെന്നല്ല, ഇവിടെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് വന്ന് കഴിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം. ഞങ്ങൾ തൃശ്ശൂർ വരുന്ന ആൾക്കാരല്ല, തൃശ്ശൂർക്കാരനല്ല. ഇത്രയും നാളായി 1.5 വർഷമായി ഇവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ ഇവിടെ കയറി കഴിച്ചിട്ടേ പോരാവെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇതായിരുന്നു, ഇത് ഇപ്പോഴത്തെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ കറുവപ്പട്ടയുടെ കുത്തലല്ലേ. അപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴെല്ലാം അറിയണത് ഞാൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബിരിയാണി എന്ന് ഇവിടെ പറയണത് കേട്ടത്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊന്ന് കഴിക്കാനായിട്ട് പോയി നോക്കട്ടെ. അപ്പോൾ ഇതാണ് മേപ്പൽ ബേക്ക് ഹൗസിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഒരു നല്ല പ്രശസ്തി ആർജിച്ചൊരു കടയാണ് ഇതെന്ന് പറയണത്. ഇപ്പോൾ എൻ്റെ ഒരു കസിനാണ് കടയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ ഇത് എന്താ പൊടാട്ടി, ഇത് എന്താ സംഭവം ഉണ്ടാടി? പത്തിരിയാണ്. പിന്നെ ഉണ്ണിയപ്പം, അങ്ങനത്തെ ബർഗർ, പപ്സ്, പിന്നെ മീറ്റ് റോള്, മുട്ട പപ്സ്, വെജിറ്റബിൾ പപ്സ്, സമൂസ, അങ്ങനത്തെ പല സംഭവങ്ങൾ. സമൂസ, പരിപ്പ് വട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉരുന്നുവട. പിന്നെ ഇതെന്താന്ന് എനിക്ക് അറിയില്ല, എന്താണെന്നറിയില്ല. ഇതെന്തായിരിക്കും? ഇതെന്താ സംഭവം? വടാപ്പാവ് നോർത്ത് ഇന്ത്യൻ്റെ ഇതാണ്. ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിരിയാണി ഇവിടെ പ്രതീക്ഷിച്ചിട്ട് ഇവര് ഇരിക്കുകയാണ്. അപ്പൊ അവൻ മാത്രല്ല, ഞാനും വന്നിട്ടുണ്ട് ഇവരുടെ കൂടെ. കാരണം ഇവിടുത്തെ കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള മറ്റു വിശേഷങ്ങളും. അടിപൊളി ബിരിയാണിയാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. കാര്യം ഞങ്ങൾ തൃശ്ശൂർക്കാരനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താം. ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്പ എൻ്റെ മോനെ പൊള്ളി അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ദേ കണ്ടില്ലേ, ഇത് മണമാണ്. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ ഒരു പ്രത്യേക മണമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വെറൈറ്റി മണം അല്ലേ? വെറൈറ്റി ആണ്. റസൂന് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒക്കെ വെറൈറ്റി ആണല്ലേ. ബിരിയാണി എന്ന് ആയാൽ മതി. അത് എന്ത് ബിരിയാണി എന്നുള്ള റസൂന് പ്രശ്നമല്ല, അല്ലേ റസൂ? പിന്നല്ലാണ്ട് അത്രേ ഉള്ളൂ. അതാണ് റസൂന്റെ ക്യാരക്ടർ. മമ്മി പാത്രത്തിലേക്ക് ഒന്നിട്ടേക്ക്. റസൂന് ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് എനിക്കാണ് തന്നെ മസാലൊക്കെ നോക്കിയേ. കൊറേ മസാല ഉണ്ടല്ലോ റസൂ. കുറച്ചിട്ടെ ഇനി മമ്മിയുടെ ഇട്ടോ. എനിക്ക് മസാല നിർബന്ധമില്ല, എനിക്ക് മസാല വേണമെന്നില്ല. അപ്പൊ സലാഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തൈര് ഒഴിച്ചിട്ടുള്ള സലാഡ്, അച്ചാറ്. ഇതെന്ത് മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തിയാണ്? പുതിന ചമ്മന്തി. തേങ്ങ ചേർത്തിട്ടുണ്ട്. പുതിനയില് തേങ്ങ ചേർത്തിട്ടുള്ള വെറൈറ്റി ചമ്മന്തിയാണിത്. ഞാൻ ആദ്യം ഇതൊന്ന് ലേശം ഒന്ന് ഒഴിച്ച് നോക്കട്ടെ. ഞാൻ കുറച്ച് തൈര് എടുക്കട്ടെ. അപ്പൊ ഇവിടുത്തെ സാധാരണ ഉള്ളതിനേക്കാളും ചോറിനേക്കാളും മസാല നല്ലപോലെ മസാല. ഇവിടുത്തെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാ, ചോറില് നമുക്ക് 2 കഷ്ണം ചിക്കനേ തരുള്ളൂ. പിന്നെ നമുക്ക് എത്ര ഉണ്ട് ചോറ് കഴിക്കാം. അൺലിമിറ്റഡ് ആണ്. റൈസ് അൺലിമിറ്റഡ് ആണ്. അതൊക്കെ ഒരു നല്ല സ്പെഷ്യാലിറ്റി ആണ്. അപ്പൊ നമുക്കിനി വെച്ച് വയ്പ്പിക്കേണ്ടത്. അപ്പൊ ഞങ്ങള് ചൂടാറുന്നതിന് മുമ്പ് നല്ല ചൂടുണ്ട്. ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് ഇനി ബാക്കി ഞങ്ങള് കഴിച്ചിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. കഴിച്ചു നോക്കാം. ഈ ചോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മസാലയും ചോറും നല്ലപോലെ
കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദമ്മ് ബിരിയാണിയുടെ അതേ ഫീലാണ് ചോറട്ടാ. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലുണ്ടാക്കിയ ഞാൻ തയ്യാറാക്കുന്ന അതേ ഇതുപോലെ എനിക്ക് ടേസ്റ്റ്. സാധാരണ നമ്മള് എല്ലാ ചില കടകളിലൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ മസാലയുടെ കുത്തലും കറുകപ്പട്ടയുടെ കുത്തലൊക്കെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടമല്ല പുറത്തുനിന്ന് ബിരിയാണി അങ്ങനത്തെ ഉള്ള ഒന്നും കഴിക്കാനായിട്ട്. ഇവിടെ ഒരു രക്ഷയില്ല, എല്ലാം കറക്റ്റാണ്. ഇവിടത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള സമീപനം. അതൊരു വേറെ തന്നെയാണ്. നല്ല ഫാസ്റ്റ് ഡെലിവറി ആണ്. ആദ്യം വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇവരെന്നെ വേഗം തന്നെ എല്ലാം ഡെലിവറി ഒക്കെ വേഗം തന്നെ സംഭവങ്ങൾ എല്ലാം ചെയ്യേണ്ടത്. ഞാനൊരു കൺട്രോളില്ല സത്യത്തില്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കണ പോലത്തെ അതേ കഴിക്കണത്. ചിക്കന്റെ കാല് ഇതേ കണ്ടില്ല, ചിക്കന്റെ കാല് ഇതേ കഴിച്ചാൽ ചിക്കൻ്റെ ആളാണ്. ഇഷ്ടമായി സാധനം. നമുക്ക് ഫുള്ളായി റാഹത്തായി. എന്താണെങ്കിലും സത്യത്തിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുറത്തുനിന്ന് ഒരു ബിരിയാണി കഴിച്ചതെന്ന് സത്യം. കാരണം ആ ബിരിയാണി നമുക്ക് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ അതിന് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒരു സാധാരണ ഇപ്പത്തെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഈ കടയുടെ ഓണറിന്റെ ഭാര്യയുടെ ഇതിന്റെ മേൽനോട്ടം നോക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ നമ്മൾക്ക് കൈയൊക്കെ കഴുകി സ്വസ്ഥമായിട്ട് അവരൊന്ന് കാണണമല്ലോ. ഈ ഇതിന്റെ ഉടമസ്ഥരുണ്ട്, അവരായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റലില്ലേ അതിന്റെ ഓപ്പോസിറ്റ് കണ്ണൻകുളങ്ങരയിലോട്ട് വരുന്ന വഴിയിൽ കയറി വരുമ്പോ തന്നെയാണ് ഈ പറഞ്ഞ ഹോട്ടല്. മേപ്പാൽ ബേക്ക് ഹൗസ് എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഞാൻ തൃശ്ശൂർ ഇപ്പൊ വേറെ പല ഹോട്ടലിൽ ഇതിന് മുമ്പൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്പർ 1 ബിരിയാണി സത്യം, അത് സത്യമായ കാര്യമാണ്. തൃശ്ശൂർ നമ്പർ 1 ബിരിയാണി തന്നെ ഞാൻ പറയാം. അപ്പോ കൂടുതൽ നമുക്ക് ഇനി കൈയൊക്കെ കഴുകിയിട്ട് എന്റെ മുതലാളിനെ ഒന്ന് കാണാം. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് റാഹത്തായി. എല്ലാം അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ടുണ്ട്. സാധാരണ എനിക്ക് ഈ ഹോട്ടലിലൊക്കെ വന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അറിയാലോ നമ്മളുടെ മലയാളികൾ കുറവായതുകൊണ്ടിട്ട് എനിക്കത് ഇത്തിരി ഇതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ഉണ്ടാക്കിയ അതേ ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. കാരണം എനിക്ക് കടയിലോട്ട് കയറി വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടുത്തെ ബിരിയാണി സൂപ്പർ ആയിരിക്കും. കാരണം ഓരോ സ്മെല്ല് കേൾക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് സ്മെല്ല് അറിയാൻ പറ്റും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഇക്കാടെ പേരെന്താണ്? സുലൈമാൻ. ഞാൻ താമസിക്കുന്നത് ഇപ്പൊ എറണാകുളത്തേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ കുറവാണ്. അപ്പൊ ഇത് എന്താണെങ്കിലും ഇവിടെ വന്ന് കേട്ട് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഒരു ചായ എടുത്തിട്ട് നല്ല നമ്മൾ കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു വ്ലോഗ് എടുക്കാൻ പോലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാമറ ആയിട്ടാണ് വന്നത്. തറവാടായിരുന്നത്. തറവാടായിരുന്നു. മോൻ ഫോറിനിൽ പോയി വന്ന് 10-15 വർഷം കഴിഞ്ഞ് വന്നപ്പോ ഒരു ഐഡിയ തോന്നി സ്ഥലം വെറുതെ കിടക്കല്ലേ, സെന്ററാണ്. അതുപോലെ സെന്ററാണ്. ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണവർക്ക് അപ്പൊ ഒരു ഐഡിയ തോന്നി. അങ്ങനെ ഇത് ആരംഭിച്ചു. അപ്പൊ അന്ന് എന്റെ വൈഫ് ഞങ്ങളുടെ തറവാട്ടിലെ കുക്കാണ്, നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ലേഡിയാണ്. അപ്പൊ വൈഫ് പറഞ്ഞു ഞാൻ സഹായിക്കാൻ നിങ്ങളെ ബിരിയാണി തുടങ്ങാന്ന് പറഞ്ഞു. വൈഫിന്റെ പേരെന്താ? ജാസ്മിൻ. അപ്പൊ ജാസ്മിനത്താക്ക് ഈ ആമിനാസ് അടുക്കളയിലെ കുടുംബത്തിന്റെയും എന്റെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ബിരിയാണി ഇത്ത മുഖേനയാണ് ഞങ്ങൾ ഇവിടെ വന്നുപെട്ടിരിക്കുന്നത്. കാരണം ഇത്താണ് കൈപുണ്യമായിരിക്കും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച. ഇത്ത ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത്ത പറഞ്ഞു കൊടുത്താണ് ഇത് മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ട് കോഴി വെച്ച് തുടങ്ങി ഞങ്ങൾ ആദ്യം. 2 കോഴി വെച്ചിട്ട് അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ അതല്ലാണ്ട് പിന്നെ വേറെ ഒന്നും മായമായിട്ടൊന്നും ചേർക്കില്ല. അതായത് നമ്മുടെ ഇതുപോലെ കളറ് അതുപോലെ തന്നെ എസൻസ് അതൊന്നും ചേർക്കാം. അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ 2 കോഴി വെച്ച് ഇവര് തുടങ്ങിയെന്ന് പറയുമ്പോ ഇത്രയും. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് നടക്കുകയാണ്, റൈസ് വേണോ എന്നും ചോദിച്ചിട്ട്. അതൊക്കെ ഇവരുടെ കടയുടെ ബർക്കത്താണിത്. കാരണം ഒരാളെ വയറ് നിറച്ച് വിടാന്നുള്ളതാണ് ഇവരുടെ. അതിന്റെ എല്ലാവിധ ഐശ്വര്യമാണ് ഈ കടയിലവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡ് സൈഡിലാണ് ഈ കട എത്തിയിരിക്കുന്നത്. കടയുടെ ലൊക്കേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും കേട്ടോ. നമസ്കാരം, അസ്സലാമു അലൈക്കും. വാപ്പെല്ലാം പറഞ്ഞല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയാ, നല്ല ഭക്ഷണം കൊടുക്കുക, വയർ നിറച്ച് കൊടുക്കുക, അതാണ് നമ്മുടെ പോളിസി. അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. വലിയ സന്തോഷം. നിങ്ങളൊക്കെ വന്നതിൽ വലിയ സന്തോഷം. എത്ര ദൂരത്തേക്ക് വരാന്ന് പറഞ്ഞാൽ എന്താ പറയാ, മോണേഡ് വലിയൊരു സന്തോഷമല്ലേ. ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നു. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പേഴ്സണാലിറ്റി അല്ലേ, അവർ നേരിട്ട് വരെ ഞങ്ങളുടെ കടയിലേക്ക് വരാന്ന് പറഞ്ഞാല്. എന്താണെങ്കിലും നിങ്ങളും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കി തന്നില്ല. ഇപ്പൊ ഇവിടെ ഇത്രയും ഉച്ച നേരത്താണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്.
ഇവിടെ നല്ല തിരക്കാണ്. ഈ തിരക്കിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ ഞങ്ങളോട് സഹകരിച്ച് ഇവർക്കും ഞങ്ങൾ അങ്ങോട്ടാണ് ഇവർക്ക് നന്ദി പറയേണ്ടത്. നിങ്ങൾ എവിടെ നിന്ന് ഇപ്പൊ വരുന്നത്? ആലുവയിൽ നിന്ന് വരുമ്പോ ഞങ്ങളും അത് ഇന്ന് എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇത് വേറെ ആള് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇവിടെ വന്നത്. നമ്മള് സ്വന്തം വീട്ടിൽ കഴിക്കുന്ന പോലെ അതെ, ഞങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നി. നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ട് അവൻ പറഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനോട് കൂടുതൽ പറഞ്ഞ് കൂടുതൽ ആൾക്കാരോട് വരാറായി. സാധാരണ നമ്മളുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ഞങ്ങള് കഴിച്ചുകൂടുന്ന്. അതേപോലെ തന്നെ എന്താണ് സ്വന്തം വീട്ടിലെ പോലെ തന്നെ അമ്മമാര് ചോദിക്കണ പോലെ തന്നെ വേണോ വേണോ എന്ന് ചോദിച്ചിട്ടാണ്. നമ്മളിപ്പോ ഒരു പ്ലേറ്റ് പറഞ്ഞ് രണ്ടാമത് കുറച്ച് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ അവര് ഈടാക്കുന്ന എത്രയോ ഹോട്ടലുണ്ടെന്നറിയാം. ഭക്ഷണത്തിന് സംതൃപ്തി അതിനുള്ള വർക്കത്ത് അവർക്ക് ഉണ്ടാവും. വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞങ്ങള് ഏറ്റവും സന്തോഷം നമ്മുടെ നമ്മുടെ സാഹിബ് ഞങ്ങളുടെ നാട്ടുകാരാന്നുള്ളതാണ്. നാട്ടുകാരെന്ന് മാത്രമല്ല എന്റെ ഹസ്ബൻഡിനെ കാണിക്കേണ്ട കാര്യമില്ലല്ല. ഞാൻ തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അപ്പൊ എനിക്ക് ഇവരെ വന്ന് കണ്ടപ്പോ ഇവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങള് പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഞങ്ങളൊരു എന്തെന്നാ ഒരു ഓണർ എന്നുള്ള ഒരു ഇതല്ല, ഒരു ബന്ധുത്വം നമുക്ക് ഫീൽ ചെയ്യണം. ഇതാണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇത് 1.5 വർഷമായി എന്നാ പറയണത് ഈ കട. ഇനി ഇത് തലമുറകളെ ഇങ്ങനെ കൈമാറിപ്പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ വ്ളോഗൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ യാത്ര എറണാകുളത്തേക്ക് തന്നെയാണ്, ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഒരിക്കൽ അപ്പോൾ ഇവിടെ തൃശ്ശൂർ വരുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടോ തെക്കോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴെങ്കിൽ മേപ്പിൾ ബേക്ക് ഹൗസിൽ നിങ്ങൾ വന്നിട്ട് ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യണം. ലൊക്കേഷൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ലൊക്കേഷനായിട്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആമിനത്താത്ത, അതായത് എൻ്റെ സ്വന്തം മോൻ റസൂൽ. ഓക്കെ, ബൈ.